ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു മനോഹരമായ ഫ്ലവർ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. അതിന് ഞാനൊരു A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തായിട്ട് ചെറിയ റൗണ്ട് വരച്ച് 2 ലൈൻ താഴോട്ട് വരച്ച് അങ്ങനെ കൂട്ടി യോജിപ്പിച്ചതാണ്. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ആ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. സാവധാനം ചെയ്ത് പഠിച്ചാൽ മതി. ഇതിൽ 3 ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫ്ലവർ കഴിഞ്ഞ് രണ്ടാമത്തത് വരയ്ക്കുകയാണ്. ആദ്യം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, അതിന് ശേഷം വരച്ച് തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. വീഡിയോ പൗസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ ഏരിയ എങ്ങനെ വരയ്ക്കുന്നുള്ളത് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം വരച്ച് തുടങ്ങിയാൽ മതി. പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് നടക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആ ഫ്ലവറിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളാണ്, അതിന് തണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. കണ്ട് പഠിച്ചാൽ പെട്ടെന്ന് ശരിയാവുന്നതേ ഉള്ളൂ. ഒരു ചിത്രം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നമുക്ക് എവിടെ തുടങ്ങി എങ്ങനെ ചെയ്തെന്നുള്ളത് മനസ്സിലാവില്ല. പക്ഷെ എങ്ങനെ കണ്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. ഇലകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ആ ഷേപ്പിൽ അങ്ങനെ വരച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്പിൽ മാറ്റുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന രീതി തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇലകൾ പല ടൈപ്പും ഉണ്ടാവും, അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കണമെന്നില്ല. നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഓയിൽ പേസ്റ്റൽ എന്ന് പറഞ്ഞ കളറാണ്. അതായത് ഓയിൽ പെയിൻ്റ് അല്ല, ഓയിൽ പേസ്റ്റൽ ക്രയോണിൻ്റെ മറ്റൊരു പതിപ്പാണ്. ഒരു 50-60 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ 12 ഷെയ്ഡുള്ള കളർ നമുക്ക് വാങ്ങാൻ കിട്ടും. അതെടുത്തതിന് ശേഷം അതിൽ റെഡ് കളർ എടുത്തിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് ചെയ്ത് തുടങ്ങിയത്. കണ്ടില്ലേ, നടുവിലൊരു വര വരച്ചിട്ട് പിന്നെ പുറത്തേ ഇങ്ങനെ ലൈൻസ് പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നില്ല, ഒരു ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ പൂവിൻ്റെ ഒറിജിനാലിറ്റി തോന്നിക്കൂ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കളർ ചെയ്തായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ ലൈൻസ് വരച്ച് കൊടുത്താൽ നല്ലൊരു ലുക്കിൽ വരും. അതിനുശേഷം ഞാൻ ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ പുറംഭാഗം അങ്ങനെ ഒരു ലൈൻ കൊടുത്ത് ഉള്ളോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഹൈലൈറ്റൊക്കെ അവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ, അപ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അത് ഞാൻ പറഞ്ഞത് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞ അതാണ്. ഓരോല കുറച്ച് ഹൈലൈറ്റൊക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ ഡാർക്കൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്കിലേക്ക് വരും. ഇപ്പം ഓറഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളറ് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ക്രയോണിൻ്റെ മറ്റൊരു പതിപ്പാണിത്. ക്രയോൺസ് നമ്മൾ കുട്ടികൾ വാങ്ങിക്കൊടുക്കുന്ന അതിലും നല്ല കളർ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ക്രയോൺ ആകുമ്പോൾ നമുക്ക് തിരെ കളർ കിട്ടില്ല, ഇത്ര ഓയിൽ പേസ്റ്റ് നല്ല കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. കണ്ടില്ലേ, ഓറഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ യെല്ലോ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടില്ലേ, ഏകദേശം ഒരു ആ റൗണ്ടിൽ മുക്കാൽ ഭാഗം യെല്ലോ കൊടുക്കുക, ചെറിയൊരു ഭാഗം ഒഴിച്ചിടുക, ബാക്കി ഭാഗം നമുക്ക് ബ്രൗൺ എടുത്തിട്ട് കൊടുക്കുക. എന്നാൽ നടുക്കുള്ള ആ സാധനം ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ നമുക്കൊരു ഫീല് വരും. ചെയ്തൊക്കെ മനസ്സിലാവും. അതിന് ശേഷം ബ്ലാക്ക് എടുത്തിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ബ്ലാക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മൊത്തം ഒരു കാർട്ടൂൺ പോലെ വരച്ച് കൊടുക്കണ്ട, ചെറിയൊരു പോയിൻ്റ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നാലും നമുക്ക് ആ പിക്ചർ ഒന്നുകൂടി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് തോന്നും. കറക്റ്റായിട്ട് ഈ ജോയിൻ്റ് വരുന്നിടത്തൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ പുറത്തുനിന്നൊക്കെ ചെറുങ്ങനെ ലൈൻസ് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ കൊടുത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്യാണ്ട് ആ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു ആ ലുക്കിലേക്ക് വന്ന് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ബ്രൗൺ എടുത്തിട്ട് ആ പൂവിൻ്റെ അടിയിൽ ഉള്ള ഏരിയ ബ്രൗൺ എടുത്ത് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് എടുത്തിട്ട് ആ ജോയിൻ്റ് വരുന്നിടത്തൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ആ ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഇലകളാണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ യെല്ലോ കളറാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ആ ഇലൻ്റെ ഷേപ്പ് ചെറുങ്ങനെ വരച്ച് കൊടുക്കുക. വീഡിയോയിൽ കണ്ടാൽ ഇങ്ങനെ മനസ്സിലാവും. ആദ്യം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക തീരുന്ന വരെ, എന്നാലും ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ രീതികളൊക്കെ. കണ്ടില്ല, യെല്ലോ കൊടുത്തിട്ട് അതിന് ശേഷം ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ആ ഒഴിവായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ലീഫ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ രീതി ചെയ്തേ ഉള്ളൂ മനസ്സിലാക്കിയെടുക്കാൻ. 2 സൈഡ് 2 കളർ വെച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓരോ രീതിയിൽ ചെയ്യും. പിന്നെ കാര്യമായിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്, നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കുട്ടികൾക്ക് വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ല, ഇലൻ്റെ ആ ഷേപ്പ് വരച്ച് കൊടുത്തത്. പിന്നെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഒന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞോണം ഒന്നങ്ങ് ഡാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെയും കൂടെ ഒക്കെ. എന്നാലും നല്ലൊരു ലുക്കിലേക്ക് വരും ആ ചിത്രം.
നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലൊക്കെ ഇതേ രീതിയിൽ തന്നെ അവലംബിച്ചായി ലൈറ്റ് കൊടുത്ത് ഇങ്ങനെ എല്ലാ ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ലൈറ്റ് ഓരോരോ പെൻസിൽ എടുത്ത് ചെയ്യാണ്ടേ 2B 4B 6B പെൻസിൽ 10B ഒക്കെ ഉപയോഗിച്ചിട്ട് ലൈറ്റും ഡാർക്കും ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലൊരു ഷോ വരും. അതുകൊണ്ട് തന്നെ വാട്ടർ കളർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അടുത്ത ഫ്ലവർ തുടങ്ങിയതാണ്. ഒരു ഫ്ലവർ വരച്ച് പഠിച്ചാൽ മതി കാര്യമായിട്ട്. പിന്നെ നമുക്ക് ഏത് ഫ്ലവർ ആണെങ്കിലും പിന്നെ നമ്മൾ വരക്കാമല്ലോ. കാര്യമായിട്ട് ഒറ്റ ഫ്ലവർ ആദ്യം വരച്ച് പഠിക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഓരോ ലൈനായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി കളർ ചേഞ്ചായിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റ് പല കളറുകളും എടുക്കുക, കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റെഡും ഓറഞ്ചും ആണ്. ഇനി റെഡും യെല്ലോവും ആണെങ്കിൽ കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ വയലറ്റ് ഷെയ്ഡിലേക്ക് പോവാം, ബ്ലൂ വയലറ്റ് ഷെയ്ഡ് ആ ഷെയ്ഡിലേക്കൊക്കെ പോവാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കളർ കൊടുക്കാം പൂവിന്. ഞാൻ ഈ ഒരു ഇത് കാണിച്ചു തന്നത് ഒരു രീതിയായിട്ട് കാണിച്ചു തന്നതേ ഉള്ളൂ. നമ്മളെ ഭാവനക്കനുസരിച്ച് പല മാറ്റങ്ങളും വരുത്താവുന്നതാണ്. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ നല്ലൊരു ലുക്ക് വരും. ഇനി അടുത്ത മൂന്നാമത്തെ ഫ്ലവറാണ്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. കാരണം നേരത്തെ ചെയ്ത അതേ സംഗതി തന്നെയാണ്. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. നന്നായിട്ടും പ്രാക്ടീസ് ചെയ്താൽ മതി, എന്നാലും പെട്ടെന്ന് ശരിയാവുന്നതേ ഉള്ളൂ. റെഡ് കൊടുക്കും. പിന്നെ നമ്മൾ ഓറഞ്ച് എടുത്തിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എത്രയും പ്രാക്ടീസ് ചെയ്യണോ അത്രയും ശരിയായി വരും. കൈയൊക്കെ പെട്ടെന്ന് വരച്ചെടുക്കാനും കഴിയും. ഒരു മത്സരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ സമയമല്ലേ കിട്ടുക, നമുക്കിങ്ങനെ ഫുള്ളായിട്ട് വരച്ചെടുക്കാനേ. ഇതെന്നില്ല, മറ്റു ചിത്രങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നപ്പോൾ നമുക്ക് വേഗം ശരിയായി കിട്ടും. എത്രയും വരക്കുന്നോ അത്രയും ഇതിൽ കഴിവ് കൂടി വരികയുള്ളൂ. വരക്കാതിരുന്നാൽ എല്ലാ ഇതും പോയി പോകും. കാരണം മറ്റു പണികളെ മാതിരിയല്ല, തീരെ വരച്ച് ഞാൻ എക്സ്പീരിയൻസ് ആയി വരണം. അതാണ് ചിത്രരചന എന്ന് പറയുന്നത്. എന്നാൽ എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ പ്രാക്ടീസാണ് മെയിൻ. ഞാൻ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. ബ്രൗൺ എടുത്ത് അതിൻ്റെ അടിഭാഗത്ത് കൊടുക്കും. പിന്നെ ബ്ലാക്ക് എടുത്തിട്ട് ചെറുങ്ങനെ അവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ ഒറ്റ കളർ വെച്ച് പൂവിനൊക്കെ എല്ലാവരും ഒരു റെഡ് കളർ മാത്രം വെക്കും, അല്ലെങ്കിൽ യെല്ലോ മാത്രം വെക്കും. അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു കാണാൻ ലുക്ക് ഉണ്ടാകും. ഇങ്ങനെ രണ്ട് കളർ വെച്ച് ചെയ്യാണ്ട് അങ്ങനെ ചെയ്ത് പോവുക. എന്ത് ചിത്രം ചെയ്യുകയാണെങ്കിലും ആദ്യം ചെയ്യുക. ലീഫ് ചെയ്യുകയാണെങ്കിൽ 2-3 കളർ വെക്കുക. ഒറ്റ കളറിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കുക, എന്നാലും നമുക്ക് നല്ലൊരു ലുക്കിലേക്ക് വരും. അപ്പം പ്രകൃതി ചെയ്യുകയാണെങ്കിലൊക്കെ തന്നെ അതിൻ്റെ ആ ഷെയ്ഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചു തന്ന അതേ രീതി തന്നെയാണ്. ലൈറ്റ് യെല്ലോ കൊടുത്തു, പിന്നെ ലൈറ്റ് ഗ്രീന്, അതിന് ശേഷം ഡാർക്ക് ഗ്രീന്. അതിലെൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ടാകും. അവർക്കൊക്കെ ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ കഴിവ് ഡെവലപ്പാക്കാനും നല്ലതാണ്. എത്രയോ ആളുകളുണ്ട് എങ്ങനെയാണ് വരയ്ക്കണമെന്ന് അറിയാത്തത്. വരക്കാൻ കഴിവുണ്ടാകും, പക്ഷേ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള അറിയാത്തത്. അതുകൊണ്ട് അങ്ങനത്തെവർക്കൊക്കെ ഇതൊക്കെ ഉപകാരപ്പെട്ടാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇലൻ്റെ 2-3 ഷെയ്ഡ് വെച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് നേരത്തെ പറഞ്ഞാണ് ചെറുങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നാളെ ഒന്നുകൂടി ആ ചിത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണും. പിന്നില്ലേ, ഫുള്ളായിട്ട് വരച്ച് കൊടുക്കണ്ട. അവിടെ ഇവിടെയൊക്കെ ഒരു ടെസ്റ്റർ ടൈപ്പിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ നോക്കിയാണ്ട് പൗസ് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി.
കണ്ടില്ല ആ ഷേപ്പൊക്കെ ഇങ്ങനെ ഇലൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി ഞാൻ സ്പീഡാക്കിയതാണ്. ഓക്കെ, നമ്മൾ ചിത്രം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞോണം, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.